ജോലി എടുക്കാതെ ആർഭാടത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായ കാര്യം. മനസ്സിലായോ? അതെ 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 അതെ. പിന്നെ കോടീശ്വരനാണെങ്കിലും എന്റെ ചെറുക്കൻ സുന്ദരനായിരിക്കണം, ചെറുപ്പക്കാരനായിരിക്കണം. അതിനായിട്ട് മസ്റ്റാ. ഓക്കെ ഓക്കെ. പിന്നെ 6 പാക്ക് ഉണ്ടെങ്കിൽ കൊള്ളാം. ഇല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാക്കാലോ. അപ്പോ നീ പണിയെടുത്തില്ലെങ്കിലും അയാളെ ജിമ്മില് പണിയെടുപ്പിച്ച് കൊല്ലും അല്ലേ? എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഇഷ്ടമുള്ളൊക്കെ ചെയ്യും. അത് നിനക്കെന്താ? നിന്റെ കയ്യിലുള്ള ചെക്കന്മാരുടെ ഫോട്ടോസ് കാണിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടേക്ക് വന്നു കയറുന്നതൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായാലും മതി. ഈ സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഓ, അപ്പൊ കല്യാണാലോചന നടത്തുന്നത് ഇവന് വേണ്ടിയായിരിക്കും. അർജുനെ, ചെക്കന്മാരുടെ ഫോട്ടോസ് എവിടെ? അതും നിന്റെ പതിവ് സ്വഭാവം വെച്ച് ഇഷ്ടം പോലെ കോടീശ്വരന്മാർ കയ്യിലുണ്ടെന്ന് തള്ളിയതാണോ? എന്തിനാടോ ഫോട്ടോ? ഞാൻ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് കോടീശ്വരൻ തന്റെ മുമ്പിലെത്തില്ലേ? അയ്യോ, തള്ളു വേണ്ടേ? അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. തള്ളല്ല മോളെ, ദേ അങ്ങോട്ട് നോക്കിയേ. അതാരാണെന്നറിയൂ? ഇല്ല. ആ, തന്റെ സങ്കല്പങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഒരാൾ. SP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമസ്ഥൻ സത്യപ്രതാപന്റെ മകൻ, കോടീശ്വരൻ, സുന്ദരൻ, നിനക്ക് ചേരുന്ന പ്രായം. അയാൾക്ക് ആകെ ഒരു കുഴപ്പമുള്ളൂ, ഒട്ടും മനുഷ്യപ്പറ്റില്ല. അതൊന്നും സാരമില്ല. ഇന്നത്തെ കാലത്തെ മനുഷ്യപ്പറ്റി ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അയാളെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പാണോ? അതെ, ഇയാളുടെ കല്യാണാലോചന നടക്കുന്ന എന്റെ മുമ്പിൽ വെച്ചാ. നീ വെറുതെ തള്ളല്ലേ? അയ്യോ, ഇത് തള്ളല്ല. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് സ്വാമികളെ കൊണ്ട് SP അങ്ങളുടെ വീട്ടിലേക്ക് പോയില്ലേ? അന്ന് ആ കല്യാണാലോചന നടന്നത്. സത്യമായിട്ടും നിന്നാണ് സത്യം. എന്റെ തലേ തൊട്ടുള്ള സത്യമൊന്നും വേണ്ട. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. തല എനിക്ക് നാളെ വേണ്ടതാ. എന്നെ ഒന്ന് വിശ്വസിക്കേ. വലിയ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടാത്തോണ്ടാവും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് സ്വാമിയങ്ങള് അയാളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ ഇനി അയാൾ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ മിഡിൽ ക്ലാസ്സുകാരി തന്നെ സ്വന്തമാക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചേരാം. ഓക്കെ. യെസ്. അർജുൻ, എന്നെ ഓർമ്മയില്ലേ? മുമ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ല, നമ്മുടെ സ്വാമികളുടെ കൂടെ. എനിക്ക് ഓർമ്മയില്ല.
എന്നെ ഓർമ്മയുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അയാളെ ഇനി എന്നും ഓർമ്മയുണ്ടായാൽ മതി. പ്ലീസ്. ഈ കുട്ടി നമ്മുടെ സ്വാമികളിലും വേണ്ടപ്പെട്ട കുട്ടിയാ.